ദിക്റുകൾക്കൊക്കെ പോയാൽ ചിലപ്പോൾ എന്താന്ന് പറയും, ഭയങ്കര ഒച്ചപ്പാടാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ പടച്ചവനോട് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളും സ്വഹാബത്തും ഒരു വഴിക്ക് പോകുമ്പോൾ നബി പഠിപ്പിച്ചിട്ടുണ്ട്, കയറ്റം കയറുമ്പോൾ തക്ബീർ അല്ലണം. അങ്ങനെ സ്വഹാബത്ത് തക്ബീർ അല്ല, ഭയങ്കര ഒച്ചയായി. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ഈ ദിക്റും ദുആയും നടത്തുന്നത് ചെവിടെയാക്കാത്ത പടച്ചവനോടല്ല, എല്ലാം കേൾക്കണവനോടാ. ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ, എല്ലാം കേൾക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മെല്ലെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ദിക്ർ കേൾക്കേണ്ട ഒച്ചപ്പാടം നിങ്ങൾ ആലോചിച്ച് നോക്കിയില്ലേ? അല്ലാഹു അല്ലാഹു അല്ലാഹ്, അത് ചൊല്ലിക്കുലേശമായിക്കാടോ പറ്റിയാല. അതുപോലെ നമ്മളെ ഹളറത്തുൽ ബദരിയിലൊന്നും അങ്ങനെ ആവശ്യമില്ല. നമ്മളെ ആ ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ മിതമായ ശബ്ദത്തിലാണ് ചെല്ലേണ്ടതെന്നല്ലേ? ആ ബുക്കിന്റെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട് മിതമായ ശബ്ദത്തിലാണ് ഈ ദിക്റൊക്കെ ചെല്ലേണ്ടത്. അത് ഒരാളെ കയ്യിൽ മൈക്കോട് കൊടുത്തിട്ട് അയാൾക്ക് കിട്ടണം ഭയങ്കരമാണ്. അപ്പം എക്സ്ട്രാ മൈക്കിന്റെ വേറെ എടുക്കണം. ആ മൈക്കൊക്കെ ഉണ്ടാക്കും. നമ്മുടെ പരിസരത്തുള്ള ആൾക്കാരൊന്നും ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ ദിക്ർ ചെല്ലുമ്പോൾ അതിൽ നമുക്ക് ഭക്തിയും കിട്ടൂല. കുറച്ച് മിതമായ ശബ്ദത്തിൽ ചെല്ലിയിട്ട് ദിക്റുകൾ പൂർത്തിയാക്കാം. ദിക്റും സ്വലാത്തും ഒക്കെ അങ്ങനെയാണ് നമ്മൾ ചെല്ലേണ്ടത്, ഓവർ ശബ്ദം. ഇതേപോലെ തന്നെയാണ് നിസ്കാരാനന്തരമുള്ള നമ്മുടെ ദുആ ദിക്ർ. ഫത്തുൽ മുഈൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, സിറാ, മെല്ലെയാണ് ചെല്ലുന്നത്. പിന്നെ ആമീൻ പറയാനുള്ള മൗമൂമിങ്ങൾ ഉണ്ടെങ്കിൽ അവർ കേൾക്കാനുള്ള ഒരു ശബ്ദം. അതിന്റെ അപ്പുറത്തേക്ക് റോട്ടുമുക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നിസ്കാരക്കാർക്കുണ്ടെങ്കിലോ ഒന്നുകൂടി ചെറുതാക്കാം, ഓലേക്ക് തശ്വീഷ് വരണ്ട. ആ രീതിയിൽ എന്ത് ചെയ്യുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിസ്കാരാനന്തരക്കുള്ള പ്രാർത്ഥന ദിക്റുകളൊക്കെ കുറച്ചൊന്ന് പതുക്കെ ആക്കുകയും അതോടൊപ്പം തന്നെ കുറച്ച് കുറയ്ക്കുകയും ചെയ്യും. വല്ലാതെ നീട്ടാതെ കുറച്ച് കുറക്കും. അങ്ങനെ ആർക്കും ശല്യപ്പെടുത്താതെ. അല്ലാഹു തആല ചെറുതും രഹസ്യാതും പരസ്യാതും ഒക്കെ അറിയണവനാണ്. അതുകൊണ്ട് മെല്ലെ ചൊല്ലിയാലും അല്ലാഹു തആല അറിയും. ആൾക്കാർ കേൾപ്പിക്കേണ്ട സംഗതി കേൾക്കാൻ മാത്രമുള്ള ഒരു ശബ്ദത്തിലേക്ക് വരിക. ഈ ദിക്റും ദുആയും ഒക്കെ പതുക്കാക്കണമായി തന്നെയാണ് രണ്ടാമത്തെ ജമാഅത്ത്. ഒരു ജമാഅത്ത് കഴിഞ്ഞ് ഒരു ദിക്റും ദുആയും വേണ്ടി ഇരിക്കുമ്പോൾ വേറൊരാൾ വേക്കൽ വന്ന് ജമാഅത്ത് തുടങ്ങാം. എന്നാൽ അയാൾ ഒന്നാമത്തെ ജമാഅത്തിന്റെ ഒച്ചടാൻ പാടില്ല. അയാൾ എന്ത് ചെയ്യാൻ, അയാൾ വെക്കൽ ആകെ രണ്ടാളല്ലേ, ആ രണ്ടാക്കുള്ള ശബ്ദത്താ പറയാം. മൂപ്പര് ഭയങ്കര കാര്യമായിരിക്കും. ചിലപ്പോൾ ആ ടൂതിനോറൊക്കെ എടുപ്പോഴത്തെ തൊക്കെ ഒന്ന് ശിബിസാക്കുക, അതും പാടില്ലാത്തന്നെയാണല്ലോ. അത് നമ്മൾ സൂക്ഷിക്കണം. ഇതുപോലെ പള്ളിയിൽ വെച്ചുള്ള ഖുർആനോത്തിലും അമിതമായി നമ്മൾ ശബ്ദമിടരുത്. ഇവിടെ ഞാൻ ഒച്ച കേട്ടിട്ടില്ല. ചില സ്ഥലത്ത് എന്നാൽ ഭയങ്കര ഒച്ച അല്ലെ. എന്താണ് അൽക്കഫൊക്കെ വെള്ളിയാഴ്ച ടോതിയിട്ടൊരു മത്സരമാണ്, ഓത്ത് മത്സരം. അതിന്റെ ഇടയിൽ വേറെ ഒരു സുന്നത്തുസ്കാരം ഒന്നും നടക്കില്ല. പള്ളിയിൽ നിന്ന് അങ്ങനെ ഓതാൻ പാടില്ല. പള്ളിയിൽ നിന്നൊക്കെ ഓതുമ്പോൾ എന്താവണം, അവനവനെ കേൾപ്പിച്ചാൽ മതി. അതിലെ പോത്തിൽ വേണ്ടത് നമ്മളെ കേൾപ്പിച്ച മറ്റവനെ കേൾപ്പിക്കേണ്ട ആവശ്യം. ആ രീതിയിൽ മിതമായ ശബ്ദത്തിൽ ഓതാൻ പാടുള്ളൂ. പള്ളിയിൽ ഉറങ്ങണമുണ്ടാവും, ചിലപ്പോൾ ഓനെ പോലും ഉണർത്താൻ പാടില്ല.